ഇന്ന് നമുക്ക് ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ തമിഴ് മൂവിയായ അതേഴ്സിന്റെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ അർദ്ധരാത്രി വിജനമായ റോഡിലൂടെ പാഞ്ഞു വരികയാണ് ഒരു പഴയ വാൻ. എന്നാൽ റോഡിലൊരു വലിയ കല്ലുണ്ടായിരുന്നു. കല്ലിൽ തട്ടി വാൻ മറിയുകയും വാൻ ബ്ലാസ്റ്റ് ആവുകയും ചെയ്തു. അടുത്ത ദിവസം സംഭവസ്ഥലത്തേക്ക് എത്തുകയാണ് പോലീസുകാരും മീഡിയക്കാരും ഫോറൻസിക് വിഭാഗവുമൊക്കെ. അവിടേക്ക് എത്തുകയാണ് അസിസ്റ്റന്റ് കമ്മീഷണറായ ജഗനും. അതാണ് നമ്മുടെ കഥാനായകൻ. വിശദമായ പരിശോധനയിൽ നിന്നും വാനിലുണ്ടായിരുന്നത് 3 സ്ത്രീകളും ഒരു പുരുഷനുമായിരുന്നുവെന്ന് കണ്ടെത്തുന്നു. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചതിൽ നിന്നും നമ്പർ പ്ലേറ്റ് ഫേക്ക് ആണെന്നും കണ്ടെത്തുകയാണ്. അതോടെ ജഗന് നല്ല സംശയമായി. മാത്രവുമല്ല, അപകടം സംഭവിച്ച സ്ഥലത്ത് ഒരു സൈക്കിൾ വണ്ടിയിൽ നിറയെ കല്ലുകൾ ഇരിക്കുന്നതും കാണുന്നു. ജഗൻ ആ സ്ഥലത്തെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ സൈക്കിൾ വണ്ടിയിൽ വന്നൊരാളാണ് റോഡിൽ കല്ലുകളൊക്കെ പെറുക്കി വെച്ചത്. ആ കല്ല് തട്ടിയാണ് വണ്ടി ആക്സിഡന്റ് ആയത്. ഇങ്ങനെ ആക്സിഡന്റ് ആക്കി വണ്ടിയിൽ നിന്നും മോഷണം നടത്തുന്ന ഒരു ടീമാണ് അതൊക്കെ ചെയ്യുന്നതും. പക്ഷേ വണ്ടി ബ്ലാസ്റ്റ് ആയപ്പോൾ അയാൾ പേടിച്ചോടുകയും ചെയ്തു. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആയതിനാൽ വണ്ടി വന്ന വഴിയിലെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുവാനായും തീരുമാനിക്കുന്നു. എന്നാൽ ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് CC ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് വണ്ടി ഇറങ്ങി വരുന്നതും. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് നായികയെ മധുമിതയെ കാണിക്കും. മധുമിത ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിലെ IVF സ്പെഷ്യലിസ്റ്റ് ആണ്. മാത്രവുമല്ല, മധുമിതയും ജഗനും എൻഗേജ്മെന്റ് കഴിഞ്ഞതുമാണ്. വാൻ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയമാണ് ജഗന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത്. അതിൽ മരിച്ച 3 സ്ത്രീകളും ബ്ലൈൻഡ് ആണെന്നും അവർ 3 പേരിൽ ഒരാൾ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ മരണപ്പെട്ടുവെന്നും അറിയുവാൻ കഴിഞ്ഞു. മിക്കവാറും ആ പുരുഷൻ വാൻ ഡ്രൈവർ ആകാമെന്നും ജഗൻ ചിന്തിക്കും. പക്ഷേ 3 പെൺകുട്ടികളുടെയും ബോഡി കൈമാറാൻ നേരം ബന്ധുക്കൾ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. 3 പേരും അനാഥരാണെന്നും അതിൽ നിന്നും മനസ്സിലാക്കിയ ജഗൻ സിറ്റിയിലുള്ള എല്ലാ അനാഥാലയത്തിലും ചെന്ന് കുട്ടികളുടെ ലിസ്റ്റ് എടുക്കും. പക്ഷേ ഒരു ഓർഫണേജിൽ മാത്രം ലിസ്റ്റ് കൊടുക്കുവാനായും തയ്യാറായില്ല. IG-യുടെ ഓർഡർ ഉണ്ടെന്ന് വിരട്ടിയപ്പോഴാണ് അവർ പേടിച്ച് പേടിച്ച് ലിസ്റ്റ് കൊടുത്തതും. അതോടെ ജഗന് നല്ല സംശയമായി. ഉയർന്ന ഉദ്യോഗസ്ഥൻ ജഗനോട് ആ വാൻ വന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കുവാനായും പറഞ്ഞു. ആ സ്ഥലത്തെത്തി അന്വേഷിക്കുമ്പോഴാണ് ഒരാഴ്ച മുമ്പ് അതേ വാൻ ശരിയാക്കുവാനായിട്ട് ഒരു മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്ന കാര്യം ജഗൻ കണ്ടെത്തിയതും. ജഗൻ ആ മെക്കാനിക്കിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതുവഴി പാസ്സായി പോകുന്ന ഒമിനിയിലുണ്ടായിരുന്ന ആൾ വർക്ക്ഷോപ്പിലേക്ക് തുറച്ചു നോക്കുന്നു. അയാളുടെ പേരാണ് മാരി. ഈ നടക്കുന്ന പ്രശ്നങ്ങൾക്കും ആ മാരിക്കും എന്തോ പങ്കുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊരു വശത്ത് മധുമിതയെ കാണിക്കുകയാണ്. റീസെന്റ് ആയിട്ട് മധുമിത ഒരു പേഷ്യന്റിന് IVF ചെയ്തു. ആ പേഷ്യന്റിന് ഫുൾ ചെക്കപ്പ് നടത്തുന്നത് മധുമിതയാണ്. എന്നാൽ പേഷ്യന്റിന്റെ ഷുഗർ, BP എല്ലാത്തിലും ഇംബാലൻസ് ഉണ്ടാകും. ഇതുവരെയും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല. IVF ചെയ്തതിൽ തെറ്റുപറ്റിയോ എന്ന് ചിന്തിച്ച മധുമിത സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് റിസൾട്ട് കണ്ട് അവൾ ഞെട്ടിപ്പോകും. മറ്റൊരു വശത്ത് ആ 3 പെൺകുട്ടികളുമുള്ള ഓർഫണേജ് കണ്ടെത്തുകയാണ് ജഗൻ. ജഗൻ സംശയം തോന്നിയ അതേ ഓർഫണേജ് തന്നെയായിരുന്നു അത്. കണ്ടെത്തിയത് എങ്ങനെയെന്നാൽ ഓർഫണേജുകാർ കൊടുത്ത ആ ഒരു ലെഡ്ജറിൽ ഒരു പേജ് മിസ്സിംഗ് ആയിരുന്നു. ഓർഫണേജിലുള്ള കുട്ടികളുടെയൊക്കെ പഴയ ലെഡ്ജറിലെ കുട്ടികളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. 3 പേർ കുറവാണ്. ഉടനെ ഓർഫണേജിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഓർഫണേജ് നടത്തുന്ന സ്ത്രീ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുന്നതാണ്. അത് കണ്ട ജഗൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അലറിക്കരയും. മരണപ്പെട്ട സ്ത്രീയുടെ റൂം പരിശോധിക്കുമ്പോഴാണ് 3 പെൺകുട്ടികളെ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടുന്നതും. ആ 3 പെൺകുട്ടികളെ പറ്റി ഓർഫണേജിലുള്ള ഒരു സ്റ്റാഫിനോട് തിരക്കുമ്പോൾ 3 പെൺകുട്ടികൾക്കും വിവാഹം നടത്തിവിട്ടത് ഇവിടുത്തെ മദറാ. അവരെ വിവാഹം കഴിച്ചവർ ആരെന്നൊന്നും അറിയത്തില്ല. അവർക്ക് 3 പേർക്ക് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇവിടെ നിന്നും വിവാഹം നടത്തി വിട്ടിട്ടുണ്ട് എന്നും പറയും. അതെല്ലാം കേട്ട ജഗൻ മരണപ്പെട്ട സ്ത്രീയുടെ സിസ്റ്റം ചെക്ക് ചെയ്യും. അതിൽ നിന്നും ചാൾസ് എന്ന ആളാണ് കുട്ടികൾക്ക് വിവാഹം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും മനസ്സിലാകുന്നു. പയ്യന്മാരെ കൊണ്ടുവന്ന് വിവാഹം നടത്തിയതുമെല്ലാം ചാൾസ് ആയിരുന്നു. ഫോട്ടോസും കാണുകയാണ്. ഇതെല്ലാം ഡിലീറ്റായി പോയതാ ഹാക്കർ വഴി റിക്കവർ ചെയ്തെടുത്തതാണ്. ഫോട്ടോസിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത പയ്യന്മാരെ കുറിച്ച് തിരക്കിയപ്പോൾ കാശിനു വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഫ്രോഡുകളാണ് അവന്മാരെന്നും തിരിച്ചറിയുകയാണ്. ഇപ്പോൾ അവന്മാർ നാട് വിട്ടു പോയി എന്നും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചാൾസിനെ കണ്ടെത്തുവാനായും ജഗൻ തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് IVF ട്രീറ്റ്മെന്റിന് ഉപയോഗിച്ച സാമ്പിൾസിന് എന്തോ പ്രശ്നമുണ്ടെന്നും മധുമിത കണ്ടെത്തിയിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത മധുമിത ലാബ് ടെക്നീഷ്യൻ പുറത്തു പോകണമെന്നും ആവശ്യപ്പെടുന്നു. ഹോസ്പിറ്റൽ ഹെഡ് ടെക്നീഷ്യനായ മുകേഷിനോട് പുറത്തു പോകുവാനായും പറഞ്ഞു. മധുമിതയെ ഉഴപ്പിച്ചു നോക്കിക്കൊണ്ടാണ് മുകേഷ് പുറത്തു പോകുന്നതും.
മുകേഷ് പോയ ഉടനെ തന്നെ മധുമിത പറയും, ലാസ്റ്റ് IVF ചെയ്തതിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. സാമ്പിൾ ഉപയോഗിച്ചപ്പോൾ പേഷ്യന്റിന്റെ ഹോർമോണിൽ വ്യത്യാസമുണ്ടാകുന്നതായി കണ്ടെത്തി. ഉടനെ ഡൽഹിയിലെ ലാബിൽ അയച്ച് ടെസ്റ്റും ചെയ്തപ്പോൾ സാമ്പിളിൽ എന്തോ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡോണേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണമെന്നും മധുമിത ആവശ്യപ്പെടുന്നു. മുകേഷിനെ വിളിച്ച ഹെഡ് ഡോണേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെന്നും ആവശ്യപ്പെടും. എന്നാൽ മുകേഷ് അത് കൊടുക്കുവാനായിട്ട് ആദ്യം തയ്യാറാകുന്നില്ല. ഒടുവിൽ മുകേഷ് സമ്മതിക്കും. പുറത്തേക്ക് വരുന്ന മുകേഷിനെ കാത്ത് മാരിയുണ്ടായിരുന്നു. ചാൾസിനെ ഈ വിവരം അറിയിക്കണമെന്നും മുകേഷ് പറയും. അങ്ങനെ മധുമിത ജഗനെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നും പറയും. എന്നാൽ അതേ സമയമാണ് അന്നേ ദിവസം വാൻ ആക്സിഡന്റ് ആയല്ലോ, അതുപോലൊരു വാൻ അതേ നമ്പർ പ്ലേറ്റിൽ റോഡിൽ കിടന്ന് കറങ്ങുന്നത് ജഗൻ അറിയുന്നതും. CC ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴോ ആ വാൻ ഇപ്പോൾ നിൽക്കുന്നത് മധുമിതയുള്ള അതേ കോഫി ഷോപ്പിന് മുന്നിലാണ്. അവർ മധുമിതയെ കൊല്ലാൻ വന്നതാണ്. വാനിലുണ്ടായിരുന്നതോ മാരിയും കൂട്ടരുമായിരുന്നു. ജഗനെ കാണാത്തതിനാൽ പോകുവാനായി ഇറങ്ങിയ മധുമിതയെ ലക്ഷ്യമാക്കി വാൻ നീങ്ങുകയാണ്. അത് കണ്ട ജഗൻ വേഗം മധുമിതയെ വിളിച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുവാനായി പറയും. അതനുസരിച്ച് മധുമിത മാറിയതിനാൽ അവൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതും. ജഗൻ ആ വാനിനെ ഫോളോ ചെയ്യുമെങ്കിലും അവർ രക്ഷപ്പെട്ടു പോയിരുന്നു. മധുമിത ജഗനെ കണ്ട് തന്റെ കണ്ടെത്തലുകളെല്ലാം പറയുന്നു. IVF ചെയ്യുമ്പോൾ കണ്ട വ്യത്യാസം കാരണമാണ് ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ ഒരു സാമ്പിളിൽ വ്യത്യസ്തമായൊരു സബ്സ്റ്റൻസ് കണ്ടെത്തി. അതിലൂടെ സംഭവിക്കുന്നത്, വയറ്റിൽ ഫോം ചെയ്യുന്ന കുട്ടി ആണാണെങ്കിൽ ഈ സബ്സ്റ്റൻസ് മൂലം പെണ്ണിന്റെ ക്രോമസോം അധികമാകുന്നു, പെണ്ണാണെങ്കിൽ ആണിന്റെ ക്രോമസോം അധികമാകുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കുമ്പോഴേ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് ജനിക്കുന്നത്. സാമ്പിളിൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് ലാബ് ടെക്നീഷ്യൻ മുകേഷ് ആണെന്നും മധുമിത പറയും. ഇതിനെല്ലാം പിന്നിൽ ആരാണെന്ന് കണ്ടെത്തി തടയണമെന്നും മധുമിത പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ജഗൻ മുകേഷിനെയും അവനൊപ്പം നിൽക്കുന്ന കൂട്ടാളികളെയും പിടിച്ച് രണ്ട് പൊട്ടിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിനെല്ലാം പിന്നിൽ ചാൾസ് ആണ്, അയാൾ കാശ് തരുന്നു, ഞങ്ങൾ ചെയ്യുന്നുവെന്നും പറയുന്നു. ഓർഫണേജിൽ നിന്ന് കിട്ടിയ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ചാൾസിനെ മുകേഷ് തിരിച്ചറിയുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നും ജഗന് മനസ്സിലാകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ചാൾസിനെ കണ്ടെത്തുകയാണ്. ചാൾസിനെ കൊണ്ടുവന്ന് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ചാൾസ് സത്യങ്ങൾ തുറന്നു പറയുവാനായി ആരംഭിച്ചു. ഇവർ ഒരു ഗ്യാങ് ഉണ്ട്. എല്ലാ അനാഥാശ്രമത്തിലും ചെന്ന് അവിടെയുള്ളവർക്ക് ട്രീറ്റ്മെന്റും വിദ്യാഭ്യാസവും ഡൊണേഷനും ഒക്കെ കൊടുത്ത് മദറിനെ വിശ്വസിപ്പിക്കും. എന്നിട്ട് ഇവർ തന്നെ അവിടെയുള്ള പെൺകുട്ടികൾക്ക് പയ്യന്മാരെ കൊണ്ടുവന്ന് വിവാഹം നടത്തും. വിവാഹം കഴിഞ്ഞ രാത്രി തന്നെ പെൺകുട്ടികളെ കൊണ്ടുപോയി എഗ് എടുത്ത് IVF ട്രീറ്റ്മെന്റിനായി നൽകും. ഇത് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്ത മദർ കണ്ടുപിടിച്ചിരുന്നു. മദർ ഇതെല്ലാം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ മദറിനെ വിരട്ടി. നിങ്ങളും കൂടി ചേർന്നാണ് ഇതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കുമെന്ന് വിരട്ടിയത് കൊണ്ട് തന്നെയാണ് മദർ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ പറഞ്ഞതെല്ലാം അനുസരിച്ചതും. എന്നാൽ ആ ഒരു വാൻ ആക്സിഡന്റിലൂടെ ജഗൻ ഓർഫണേജിലെത്തിയപ്പോൾ പേടിച്ചാണ് മദർ ആത്മഹത്യ ചെയ്തതെന്നും ചാൾസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്ന എഗ്ഗിൽ എങ്ങനെ ഇത്ര വ്യത്യസ്തമായ സബ്സ്റ്റൻസ് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല, വേദ എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്, വേദ ആരാണെന്നും ഞങ്ങൾക്കറിയില്ല, 1-2 തവണ ഞങ്ങളെ ഫോൺ വിളിച്ചു, സ്ഥിരമായ ഒരു നമ്പർ ഉപയോഗിക്കാറില്ല, പറയുന്നത് ചെയ്യും, അത്രയുള്ളൂവെന്നും ചാൾസ് പറയുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ വേദ മറ്റാരുമല്ല, ജഗൻ അന്നൊരു മെക്കാനിക്കിനെ കാണുവാനായും പോയിരുന്നല്ലോ വാൻ കിടന്ന വർക്ക്ഷോപ്പില്, അവിടുത്തെ മെക്കാനിക്ക് തന്നെയാണ് വേദ. ഈ കഥയിലെ വില്ലൻ അതാർക്കും തന്നെ അറിയത്തേയില്ല. ലാസ്റ്റ് വേദയാണ് ആശ്രമത്തിൽ നിന്നും പെൺകുട്ടികളെ വാനിൽ കൊണ്ടുവന്നതും. വരുന്ന വഴിയിൽ ഒരു പെൺകുട്ടി രക്ഷപ്പെടുവാനായിട്ട് വണ്ടിയിൽ നിന്നും എടുത്തു ചാടി. അവൾ സ്പോട്ടിൽ തന്നെ മരിച്ചു. വേദ ഡെഡ് ബോഡിയും എടുത്ത് വണ്ടിയിലിട്ട് പോകും വഴിയാണ് കൊള്ളക്കാരൻ റോഡിൽ കല്ല് പിറക്കി വെച്ചതും. വണ്ടി മറിഞ്ഞതും പരിക്ക് പറ്റിക്കിടക്കുന്ന വേദയ്ക്കടുത്തേക്ക് ആ ഒരു മോഷ്ടാവ് വന്നു. അവനെ കുത്തിക്കൊന്ന് വണ്ടിയിലിരുത്തിയിട്ട് ആ വണ്ടിയും വേദ തീയിട്ടു. അതാണ് അന്ന് സംഭവിച്ചത്. ചാൾസ് പറഞ്ഞതനുസരിച്ച് വേദയ്ക്ക് വേണ്ടി അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ ഈ വേദ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വേദ എന്ന പേര് മാറ്റി തന്റെ പേര് മാരി എന്നാണെന്നും തന്റെ സഹോദരിയെ വേദയെ കാണാനില്ല, അനാഥാശ്രമത്തിലായിരുന്നു, പക്ഷേ ഇപ്പോൾ എവിടെ പോയെന്നറിയില്ല എന്നും കംപ്ലൈന്റ് കൊടുക്കും. ലാസ്റ്റ് ആ മദർ സൂയിസൈഡ് ചെയ്ത അതേ അനാഥാശ്രമത്തിന്റെ പേരാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റബിൾ മാരി എന്ന പേരിൽ വന്ന വേദയെ ജഗനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ജഗനടുത്തെത്തിയ വേദ കള്ളക്കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെ ചാൾസ് ജയിലിൽ കിടന്ന് മരിച്ചുവെന്നും കോൺസ്റ്റബിൾ ജഗനോട് വന്ന് പറയും. ജയിലിലേക്ക് കൊടുത്ത ഫുഡ് കഴിച്ചിട്ടാണ് ചാൾസ് മരിച്ചത്, അതിൽ വിഷമുണ്ടായിരുന്നുവെന്നും കോൺസ്റ്റബിൾ പറയുകയാണ്. അതേ സമയമായിരുന്നു ചാൾസിന് കഴിക്കാനുള്ള ഫുഡ് എത്തിയതും. ആരോ ചെയ്ത പണിയാണെന്നും ജഗന് മനസ്സിലായി. ഇതെല്ലാം കണ്ട് വേദ ചിരിക്കുന്നുണ്ട്. വേദ കള്ളക്കേസും പറഞ്ഞ് സ്റ്റേഷനിൽ എത്തിയത് ചാൾസിനെ കൊല്ലാനായിരുന്നു. അതുപോലെ തന്നെ രഹസ്യമായിട്ട് വിഷമുള്ള ഫുഡും അവൻ കൊടുത്തു. കാര്യം നടത്തി. എന്നിട്ട് വേദ പോലീസിനോട് പറയും, ദേ ഇവനെ ഞാൻ എന്റെ അനുജത്തിക്കൊപ്പം കണ്ടിട്ടുണ്ട്,
കൂടെ വേദ എന്ന ആളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചാൾസിന്റെ കൂട്ടാളിയായ മാരിക്കിട്ട് പണി കൊടുത്തു. എന്നിട്ട് മാരിയുടെ സ്കെച്ചും വരയ്ക്കാനും ഹെൽപ്പ് ചെയ്തു. തന്റെ കാണാതായ സഹോദരി വേദികയുടെ ഒരു ക്ലിയർ ഇല്ലാത്ത ഫോട്ടോയും കൊടുത്തിട്ടാണ് വേദ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ജഗന് നല്ല സംശയമുണ്ടാകും. അന്നവനെ കാണാനായി ചെന്ന സമയത്ത് വേദ ആരാണെന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ സ്കെച്ച് വരച്ചു കൊടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ചാൾസിന്റെ ഫോണിൽ ഒരു കോള് വരുന്നതും. കോൾ എടുത്തതും കട്ടായി പോകുന്നു. തിരിച്ചു വിളിച്ചിട്ടും എടുത്തതേയില്ല. കോൾ വന്ന നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ചെന്നപ്പോൾ വിളിച്ചതൊരു വയസ്സായ ആളായിരുന്നു. അയാൾ വേദയുടെ അച്ഛനാണ്. പോലീസ് ഇപ്പോഴും മാരിയാണ് വേദ എന്നാണ് കരുതിയിരിക്കുന്നത്. എന്നിട്ട് ചാൾസിന്റെ നമ്പറിലേക്ക് നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വേദ ഫോണൊന്നും ഉപയോഗിക്കാറില്ല, ഈ നമ്പറാ എനിക്ക് തന്നിരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്ന നമ്പറാണിതെന്നും അച്ഛൻ പറയും. അപ്പോഴാണ് വീട്ടിലെ ഒരു ഫോട്ടോ ജഗൻ കാണുന്നതും. അത് സഹോദരിയുടേതാണെന്ന് പറഞ്ഞ് ആ വന്ന ആൾ കൊടുത്തിട്ട് പോയ ഫോട്ടോയായിരുന്നു. ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അത് വേദയുടെ ഫോട്ടോയാണെന്നും അച്ഛൻ പറയുന്നു. അവിടെയാണ് കഥയിലെ മറ്റൊരു ട്വിസ്റ്റ്. വേദികയും വേദയും ഒരാൾ തന്നെയാണ്. ആ വയസ്സായ ആളിന്റെ മകളായിരുന്നു വേദിക. നന്നായി പഠിക്കും, ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹവും. പതിയെ പതിയെ ആണിനെ പോലെ പെരുമാറുവാനായും തുടങ്ങി. നാളുകൾ കടന്നുപോകെ ഷേവ് ചെയ്യുന്നു, ആണിനെ പോലെ ഡ്രസ് ഇടുന്നു, അതുപോലെ തന്നെ പെരുമാറുന്നു. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ വേദികയ്ക്ക് ആണിന്റെ ക്രോമസോം കൂടുതലാണ്. വേദിക ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നും പറയും. എന്നാൽ വേദിക എങ്ങനെയാണോ അതുപോലെ തന്നെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്തു. കോളേജിലെത്തിയപ്പോൾ വേദികയെ എല്ലാവരും ടോർച്ചർ ചെയ്തു. ഫോട്ടോ എടുക്കുന്നു, അപമാനിക്കുന്നു. അവസാനം കോളേജിൽ നിന്നും അവളെ പുറത്താക്കി. അപ്പോഴാണ് വേദിക ശരിക്കും വേദയായി മാറിയതും. എല്ലാവരോടും ദേഷ്യം മനസ്സിലുണ്ടായിരുന്ന വേദ ഏത് ജെൻഡറിനെ ചൊല്ലിയാണോ എല്ലാവരും തന്നെ അപമാനിച്ചത്, ഇത്രയും ദ്രോഹിച്ചത്, അതേ ജെൻഡർ തന്നെ സമൂഹത്തിൽ ഒരുപാടാകണം. ആ ജെൻഡറിനെ സമൂഹം നോർമലൈസ് ചെയ്യണമെന്നും വേദ തീരുമാനിച്ചാണ് ഇത്രയും അവൻ ചെയ്തു കൂട്ടിയതും. ഈ കാര്യങ്ങളെല്ലാം വേദയുടെ അച്ഛനും അറിയാം. വേദ വരച്ചു കൊടുത്ത ചിത്രം അച്ഛനെ കാണിച്ചപ്പോൾ അത് മാരി വേദയുടെ കൂട്ടുകാരനാണെന്നും അച്ഛൻ പറയുന്നു. അപ്പോഴാണ് ജഗൻ എല്ലാ കാര്യങ്ങളും ഉറപ്പായത്. അതേസമയം തന്നെ വേദ മാരിയെ കൊണ്ടുവന്ന് കൊന്നുകളയുകയാണ്. വേദ തന്റെ വർക്ക്ഷോപ്പിന് താഴെയായിട്ട് ഒരു ഒളിസങ്കേതം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അവിടെ വെച്ചാണ് പെൺകുട്ടികളെ കൊണ്ടുവന്ന് എഗ് എല്ലാം എടുത്ത് ഇത്രയും പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുന്നതും. അതേ സ്ഥലത്തേക്ക് തന്നെ ജഗൻ എത്തും, വേദയെ അന്വേഷിച്ച്. ജഗനും വേദയും വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ഒടുവിൽ പാവപ്പെട്ട കുട്ടികളോട് നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് ഷൂട്ട് ചെയ്യാനായി ഒരുങ്ങും. പക്ഷേ ഫൈറ്റിനിടയിൽ വേദയുടെ ഡ്രസ്സെല്ലാം കീറിപ്പോയിരുന്നു. അതുകണ്ട് വേദ അയ്യോ എന്ന് വിളിച്ച് അലറിക്കരയും. വേദയുടെ സഹതാപം തോന്നിയ ജഗനാണെങ്കിൽ വേദയുടെ ദേഹത്തേക്ക് ഒരു തുണി എടുത്തിട്ട് കൊടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.